ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഫസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടതെന്ന് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള എൻട്രി സെറ്റപ്പുകൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇന്നത്തെ ദിവസം ഒഴിവാക്കി. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഡൗട്ടായി. എന്തായാലും നമുക്ക് നോക്കാം. ഇന്ന് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. കറക്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. ഫസ്റ്റ് തന്നെ 25,000 എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് ലെവലായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. ഫോളോ ചെയ്തു. നമ്മൾ നമ്മുടെ ലെവൽസും കാര്യങ്ങളൊക്കെ വരച്ചു. അതിനെപ്പോൾ കിട്ടുവാണെങ്കിൽ മാത്രം എൻട്രി എടുക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. നമ്മളെന്തായാലും വെയിറ്റ് ചെയ്തു പ്രോപ്പർ സെറ്റപ്പിന് വേണ്ടിയിട്ട്. നമ്മൾ ആ ഒരു ഏരിയ വരെയാണ് ടാർഗറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് എത്തിയില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു പ്രോപ്പർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ടായാലും നമുക്ക് ആ ഒരു സെറ്റപ്പിലോട്ട് മാർക്കറ്റ് എത്തിയില്ല. നമ്മൾ കുറേ ടൈം എടുത്തു. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്തു. അതായത് പേഷ്യൻസ് അത് ഇതിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. നമ്മുടെ സെറ്റപ്പിൽ വരുന്ന ട്രേഡുകൾ മാത്രം മാക്സിമം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് ലോസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കറക്റ്റ് പ്രോപ്പർ സെറ്റപ്പിൽ വരുന്ന ട്രേഡ് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ട്രേഡ് വെറുതെ കയറി ഓടിച്ചാടി ട്രേഡ് എടുക്കും. അതിൽ നമുക്ക് നല്ലൊരു രീതിയിൽ ലൂസ് വരാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. 10 മണി 10:30 നമ്മൾ ജോലി കാര്യങ്ങളുടെ ഇടയിലാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തായിരിക്കും മാക്സിമം ട്രേഡ് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ താഴോട്ട് ഒരു ട്രെൻഡ് ലൈൻ കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്രേക്കൗട്ടിൽ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. റീടെസ്റ്റൊക്കെ വരുവാണെങ്കിൽ ട്രൈ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ നമുക്ക് ട്രേഡ് സെറ്റപ്പുകൾ ഇല്ലാത്തൊരു ദിവസമായി. 25,000 എബവ് വല്ല ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ ലെവൽ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡ് അത്യാവശ്യം നമുക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ ഇരുന്നു. അപ്പോൾ ഇപ്പോൾ താഴോട്ട് എൻട്രി ഞാൻ നോക്കിയിരുന്നില്ല. അപ്പോൾ അത് ഇപ്പോൾ കോട്ടയം നമുക്ക് തിരിച്ച് വരുമ്പോൾ നമുക്ക് പിടിക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരുന്നത്. പക്ഷേ താഴോട്ടുള്ള എൻട്രീസും കാര്യങ്ങളാണ് വന്നത്. അപ്പോൾ നമ്മളത് ഒഴിവാക്കി വിട്ടു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ട്രേഡ് ഉണ്ടായിരുന്നില്ല. നോ ട്രേഡ് ദിവസമായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് മൺഡേ നോക്കാം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രേഡ് എടുക്കരുത്. ചാടിക്കയറി ട്രേഡ് എടുക്കരുത്.